ഈ ഇരിക്കുന്ന ഡാർക്ക് സർക്കിൾസ് നമുക്ക് ഇതുപോലെ കൺവേർട്ട് ചെയ്യാൻ പറ്റും വെറും 80 റുപ്പീസിൽ. ഏതാണ് ആ കൺസീലർ? ഒരുപാട് മേക്കപ്പ് ഒന്നും ഇടാൻ ഇഷ്ടമല്ല, എനിക്ക് ഫൗണ്ടേഷൻ ഇടുന്ന ഒട്ടും ഇഷ്ടമല്ല, അങ്ങനെയുള്ളവർക്കുള്ള ഒരു വീഡിയോ ആണ് ഇത്. കൺസീലർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു മേക്കപ്പ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ ഫൗണ്ടേഷൻ ഒന്നും ഇല്ലാതെ തന്നെ നല്ലൊരു കൺസീലറിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കൺസീലർ മാത്രം ബിൽഡപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യാൻ പറ്റും. വെൽക്കം ടു മൈ ചാനൽ അഭിരാമി 2.0. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ കൺസീലർ മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. അതായത് ഫൗണ്ടേഷൻ ഒന്നും ഒരുപാട് ഇടാൻ ഇഷ്ടമല്ലാത്തവർക്ക് നമുക്ക് നല്ലൊരു കൺസീലർ മാത്രം യൂസ് ചെയ്ത് ഒരു മേക്കപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ വീഡിയോയ്ക്ക് ഏറ്റവും ആവശ്യം എന്താണ്? കൺസീലർ തന്നെയാണല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള 3 കൺസീലർ കാണിച്ചു തരാം. ഇതാണ് ഇതിൽ ഏറ്റവും വില കുറഞ്ഞതും നല്ല കൺസീലർ ഇതാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലറാണ്. ഇത് നമ്മുടെ ലോറിയലിൻ്റെ കൺസീലറാണ്. ഏറ്റവും പ്രൈസ് കൂടിയ കൺസീലർ ഇതാണ്, അബൌട്ട് 800 സംതിങ് വരുന്നുണ്ട്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ, ഇത് നിങ്ങൾക്ക് ഒരു 300 റേഞ്ചിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. പിന്നെ ഈ വരുന്നതാണ് നമ്മുടെ ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ ഒരു കൺസീലറാണ്. ഈ ഒരു കൺസീലർ വാങ്ങുന്നതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കളർ കറക്ഷനും കൂടെ ഇതിൽ കിട്ടുന്നുണ്ട്. കളർ കറക്റ്റേഴ്സും നമുക്ക് സെപ്പറേറ്റ് വാങ്ങേണ്ട ആവശ്യമില്ല. കളർ കറക്റ്റും കൺസീലറും കൂടെ ഒരു പാലറ്റിൽ നിങ്ങൾക്ക് ഇത് കിട്ടുകയാണ്. ഇവിടെ ഒരു എനിക്ക് തോന്നുന്നു ബിലോ 100 റുപ്പീസ് നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ കിട്ടുന്നത്. ഇപ്പോൾ എൻ്റെ സ്കിന്നിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഫേസ് വാഷ് ചെയ്തു, എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ട്, പിന്നെ ലിപ് ബാം ഇട്ടിട്ടുണ്ട്. ഇത്രയാണ് ഞാൻ ചെയ്തിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് കൺസീലർ പ്രോപ്പറായിട്ട് ഇടുന്നതെന്ന് ഞാൻ കാണിച്ചു. ഫസ്റ്റ് ഞാൻ പറയുന്നത് നമ്മുടെ ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള ഏരിയാസ് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. അതായത് എൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ അവിടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളൊരു വൈറ്റ് സ്കിൻ അല്ലെങ്കിൽ ഫെയർ സ്കിൻ ടോൺ ആണെങ്കിൽ നിങ്ങൾക്ക് പീച്ച് കറക്റ്റർ, ഈ ഒരു പീച്ച് കളർ കറക്ഷൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഡാർക്കറാണ്, കുറച്ചുകൂടി ഒരു വീറ്റിഷ് സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓറഞ്ച് കളർ കറക്ഷൻ ചെയ്യാം. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പാല് വലിച്ചിടാതെ ആദ്യം തന്നെ കുറച്ച് അപ്ലൈ ചെയ്ത് മുമ്പോട്ട് പോവുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ പ്രോഡക്റ്റ് എടുക്കുക. അല്ലാതെ ആദ്യമേ ഒരുപാട് പ്രോഡക്റ്റ് എടുത്ത് പിന്നെ ബ്ലെൻഡ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. സോ എപ്പോഴും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് പ്രോഡക്റ്റ് യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാനിവിടെ നമ്മുടെ പീച്ച് കളർ കറക്റ്റർ യൂസ് ചെയ്യുവാണ്. ഞാൻ സാധാരണ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഒരു മീഡിയം ടു ഫെയർ അങ്ങനത്തെ ഒരു സ്കിൻ ടോണാണ്. സോ ഞാൻ ചെയ്യുന്നത് ഈ ഒരു പീച്ച് കളർ കറക്റ്ററും ഈ ഒരു ഓറഞ്ച് കളർ കറക്റ്ററും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതേ സെയിം പ്രോസസ്സ് തന്നെ നിങ്ങൾ ഡാർക്ക് സ്പോട്ട്സ് എവിടെയൊക്കെയാണ് ഉള്ളത് അവിടെ നോക്കി നിങ്ങൾ ഇതേ സെയിം പ്രോസസ്സ് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് തന്നെ ഡാർക്ക് സ്പോട്ട്സിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് കറുത്ത കുരുള്ളത് കാണും, നല്ല റെഡ് കളർ പിമ്പിൾ കാണും. അപ്പോൾ അതിനൊക്കെ നമ്മൾ വേറെ കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരാത്തത് കൊണ്ടാണ് ഞാൻ വാങ്ങിച്ച് വെക്കാത്തത്. ഇപ്പോൾ ഗ്രീൻ കളർ കറക്റ്റുണ്ട്, പർപ്പിളുണ്ട്. അപ്പം നിങ്ങൾ നോക്കാം ഏത് കളറാണ് ആ വരുന്ന പിമ്പിൾ കാണും. ഇപ്പോൾ റെഡ് കളറൊക്കെ ആണെങ്കിൽ അതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ കറക്ഷനാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പം നമുക്ക് ഈ ഒരു സംഭവം ചെയ്യും. നമ്മൾ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മൾ നല്ലൊരു ബ്രഷിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്ത് വെക്കാൻ പറ്റും. അല്ലാതെ നിങ്ങൾക്ക് ഇപ്പം ബ്യൂട്ടി ബ്ലെൻഡർ ആണെങ്കിൽ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യാം. കണ്ടില്ല, ആ ഒരു ഡാർക്ക് സർക്കിൾസും പിന്നെ നമ്മുടെ ആ ഒരു ഡാർക്ക് സ്പോട്ട്സും നമുക്ക് ഹൈഡ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേളിൽ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കൺസീലർ ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ കൺസീലർ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ലോറിയലിൻ്റെ കൺസീലർ വെച്ച് നമുക്ക് എടുക്കാം. ഇത് നമ്മൾ കളർ കറക്ഷനാണ് ചെയ്തത്, നമ്മൾ ഈ കൺസീലർ അപ്ലൈ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഇതും അടിപൊളി കൺസീലറാണ്. ഞാൻ എൻ്റെ പഴയ ഒരു മേക്കപ്പ് ലുക്ക് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അടിപൊളി കൺസീലറാണ്, ഫൗണ്ടേഷനേക്കാൾ ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന കൺസീലറാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഈ കൺസീലർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ വാരി വലിച്ചിടേണ്ട ആവശ്യമില്ല. കണ്ണിന് ചുറ്റൊക്കെ ഭയങ്കര ഗ്രേ ആയിട്ട് തോന്നും. അതിന് പകരം നമ്മളൊരു സ്പോട്ട് മാത്രം ഇട്ടാൽ മതി.
ഇതുപോലെ അപ്ലൈ ചെയ്ത ശേഷം നിങ്ങളോട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മൾ നല്ല സിമ്പിളായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഡാർക്ക് സർക്കിൾസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ നേരത്തെ നിന്നും ഡാർക്ക് സർക്കിൾസ് നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇതൊരു ആർട്ടിഫിഷ്യൽ ലുക്ക് ഫീൽ ചെയ്യുമായിരിക്കും. പക്ഷെ നമ്മൾ പൗഡറൊക്കെ സെറ്റ് ചെയ്ത് ഐബ്രോസും ലിപ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ഫിനിഷ് ആയിരിക്കും. നിങ്ങൾ മേക്കപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇയേഴ്സ്, ഈ നെക്ക് അതൊരിക്കലും മിസ് ചെയ്യരുത്. അല്ലെങ്കിൽ നമ്മൾ മുഖം മാത്രം നല്ല പ്ലച്ചിൽ ഇരുന്നിട്ട് നമ്മുടെ ഇയേഴ്സും നെക്കും ഭയങ്കര ബോറായിരിക്കും. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ബ്ലെൻഡ് ചെയ്യുക. നമ്മൾ പ്രോഡക്റ്റ് ഇടുന്നതിലല്ല കാര്യം, പ്രോപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നതിലാണ് കാര്യം. പ്രോപ്പറായിട്ട് നേരത്തെ ബ്ലെൻഡ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ നമ്മുടെ കൺസീലർ ഭയങ്കരമായിട്ട് കേക്കി ആയിട്ടിരിക്കും. കണ്ടോ, നമുക്ക് എന്തായാലും ഫുൾ ഫേസ് മേക്കപ്പ് ചെയ്ത് കൺസീൽ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പൗഡർ വെച്ച് സെറ്റ് ചെയ്യാം. ഇവിടെ ലാക്മേയുടെ ഒരു പൗഡർ വെച്ചൊന്ന് സെറ്റ് ചെയ്യുവാണ്. നമ്മുടെ സ്കിന്നിന് നമ്മൾ ഒട്ടും കേക്ക് ചെയ്യല്ല. നമ്മുടെ ഡാർക്ക് സർക്കിൾസ് നന്നായിട്ട് കവറായിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബേസാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ബേസാണ് ഇഷ്ടം. നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഞാൻ ഐബ്രോ ചെയ്ത് കുറച്ചൊന്നുകൂടെ ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ടൊന്നുകൂടെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച്. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ചൊരു നാച്ചുറൽ ഫിനിഷ് കിട്ടും. ഇനി ഞാൻ ഐ ഷാഡോ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഭയങ്കര ടെക്നിക്കലായിട്ടൊന്നും ചെയ്യുന്നില്ല. ആ ഒരു മേക്കപ്പ് ലുക്ക് ഫിനിഷ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ബ്ലഷ് വളരെ നാച്ചുറലായിട്ടൊരു ബ്ലഷാണ്. ഒരു പീച്ചിഷ് കൈൻഡ് ഓഫ് ടോൺ ബ്ലഷാണ്. ഇതാണ് കേട്ടോ കംപ്ലീറ്റ് ലുക്ക് എന്ന് പറയുന്നത്. ആ കറക്റ്റ് ഡാർക്ക് സർക്കിൾസ് ഒക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ലിപ്സ് കുറച്ചുകൂടെ ഒന്ന് ചേഞ്ച് ചെയ്ത് ലിപ് ഗ്ലോസ് കുറച്ചുകൂടെ ഇട്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഭംഗി വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ലിപ് ഗ്ലോസും കൂടെ ആഡ് ചെയ്തു. പിന്നെ എന്താണ്, മുടിയൊക്കെ ചീകി കെട്ടി പൊട്ടിട്ടിട്ട് വരാം. പൊട്ടിട്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു ജീവൻ വന്നത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.